ഒരു വർഷം മുമ്പാണ് നടനും മോഡലും ബിഗ് ബോസ് താരവുമൊക്കെയായ ഷിയാസ് കരീം വിവാഹിതനായത്. ദീർഘകാല സുഹൃത്തായ ദർഫയുമായുള്ള വിവാഹശേഷം ഇപ്പോഴിതാ പ്രിയപ്പെട്ടവരെല്ലാം തിരക്കിയ വിശേഷങ്ങൾക്ക് ഉത്തരവുമായി എത്തിയിരിക്കുകയാണ് ഷിയാസ് കരീം. മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഒരു കുഞ്ഞിന്റെ ഉപ്പയും ഉമ്മയുമാകുവാൻ പോവുകയാണ് ഷിയാസ് കരീമും ഭാര്യ ദർഫയും. ചുവന്ന ഉടുപ്പിട്ട് ഭാര്യയുടെ വയറു ചേർത്തു പിടിച്ചുള്ള ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് ഷിയാസ് കരീം തന്നെയാണ് ഈ വിശേഷം അറിയിച്ചിരിക്കുന്നത്. മാഷാ അല്ലാ, മമ്മയും ഡാഡയും ആകുവാൻ പോകുകയാണ്. ഞങ്ങൾ പ്രഗ്നന്റ് ആണെന്ന് പുറത്തു പറയാനുള്ള സമയമാണിത്. പരസ്പരം ബേബി എന്ന് വിളിച്ചിരുന്നവർ ഇനി ഞങ്ങളുടെ കുഞ്ഞിനെ ബേബി എന്ന് വിളിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും വേണമെന്നാണ് ദർഫയും ഷിയാസും സോഷ്യൽ മീഡിയയിൽ ഒരുമിച്ച് കുറിച്ചിരിക്കുന്നത്. എമിറേറ്റ്സ് NBDയിൽ ജോലി ചെയ്യുകയായിരുന്ന ദർഫ വിവാഹശേഷം ജോലിയിൽ നിന്നും രാജിവെച്ചിരുന്നുവെന്നാണ് റിപ്പോർട്ട്. 2024 നവംബറിലായിരുന്നു താരങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ ഇരുവരുടെയും വിവാഹം നടന്നത്. ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ നിന്നും പുറത്തിറങ്ങിയ സമയത്ത് പെണ്ണു കാണാൻ പോയ പെൺകുട്ടികളിൽ ഒരാളായിരുന്നു ദർഫയെന്നും അന്ന് ദർഫയ്ക്ക് പ്രായം കുറവാണെന്ന് തോന്നിയതിനാൽ ആലോചന വേണ്ടെന്ന് വയ്ക്കുകയുമായിരുന്നു. എന്നാൽ ആദ്യം തീരുമാനിച്ച വിവാഹം മുടങ്ങി ആ സങ്കടത്തിൽ മുങ്ങി നിന്നിരുന്ന സമയത്താണ് വീണ്ടും ദർഫയിലേക്ക് എത്തുന്നത്. ഇരുവരും തമ്മിൽ 12 വയസ്സ് പ്രായ വ്യത്യാസമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ജീവിതത്തിൽ ഷിയാസ് കരീമിന് താങ്ങായി നിന്ന ആളായിരുന്നു ദർഫ. അങ്ങനെയാണ് ഒന്നിച്ച് ജീവിക്കാമെന്ന് ചിന്തിച്ചതും അത് വിവാഹത്തിലേക്ക് എത്തിയതും. വിവാഹശേഷം ഇരുവരും ഗൾഫിലേക്ക് മടങ്ങുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും നാട്ടിലും ഗൾഫിലുമെല്ലാമായി ജീവിക്കുകയാണ് ഇപ്പോൾ ഇരുവരും. ഗൾഫിൽ ബിസിനസ്സുമുണ്ട് ഷിയാസിന്. 2023 ഷിയാസ് ആദ്യ വിവാഹത്തിന് ഒരുങ്ങിയത്. ദുബായിൽ വെച്ച് പെൺകുട്ടിയുമായുള്ള വിവാഹ നിശ്ചയവും നടത്തി. എന്നാൽ വളരെ പെട്ടെന്ന് ഈ ബന്ധം നടക്കാതെ പോവുകയായിരുന്നു. വിവാഹ നിശ്ചയ വാർത്തകൾക്ക് പിന്നാലെ പീഡന ആരോപണം ഉയർന്നു വന്നിരുന്നു. ഷിയാസ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന പരാതിയുമായി ഒരു യുവതി രംഗത്ത് വരികയായിരുന്നു. ഇത് വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കി. പിന്നാലെ ഡോക്ടറായിരുന്ന ആ പെൺകുട്ടി വിവാഹത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു. അതേസമയം മോഡലായിട്ടായിരുന്നു ഷിയാസ് കരീമിന്റെ കരിയറിന്റെ തുടക്കം. പെരുമ്പാവൂരുകാരൻ നിഷ്കളങ്കൻ, ഉപ്പ ഉപേക്ഷിച്ചു പോയ ഉമ്മയുടെ പ്രിയപ്പെട്ട മകൻ കരിയറിൽ നേട്ടങ്ങൾ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കവെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ 1 വൈൽഡ് കാർഡ് എൻട്രിയായി ഷിയാസ് എത്തിയത്. പിന്നീട് അങ്ങോട്ട് ഒരു ഫിനിക്സ് പക്ഷിയെപ്പോലെ പറക്കുകയായിരുന്നു. മോഡലിംഗും സിനിമകളും പ്രമോഷനുകളും ഉദ്ഘാടനങ്ങളും ഒക്കെയായി കാശ് വാരിക്കൂട്ടി. രാപ്പകൽ അധ്വാനിച്ച് കൊച്ചിയിൽ ഒരു നല്ല വീടും അമ്മയ്ക്കായി ഒരുക്കി. വാഹനങ്ങൾ വാങ്ങി അത്യാവശ്യം ബാങ്ക് ഡിപ്പോസിറ്റും സമ്പത്തും എല്ലാം ഉണ്ടാക്കി ബിസിനസ്സും തുടങ്ങി. സ്റ്റാർ മാജിക് എന്ന സൂപ്പർഹിറ്റ് ഷോയിലൂടെ മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും പ്രിയപ്പെട്ടവനായി മാറുകയും ചെയ്തു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.